വെൽക്കം ബാക്ക്. ഇന്ന് എല്ലാ ഇന്ത്യക്കാർക്കും അഭിമാനിക്കാവുന്ന സുപ്രധാനമായ ദിവസമാണ് ദ റിപ്പബ്ലിക് ഡേ ഓഫ് ഇന്ത്യ. 1950 ജനുവരി 26 നമ്മുടെ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്നതും അതിനോടനുബന്ധിച്ച് നമ്മളൊരു റിപ്പബ്ലിക് ആയി എന്നത് കാണിക്കുന്ന ദിവസമാണ്. ഭാരത്തെ കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ലോകം എമ്പാടുമുള്ള ഇന്ത്യക്കാർക്ക് എൻ്റെ റിപ്പബ്ലിക് ഡേ ആശംസകൾ. ഇന്നത്തെ നമ്മുടെ പേജ് എടുക്കുക, ഡിവോഷണൽ ഡയറിയിൽ ജനുവരി 26. ആൻഡ് ദ ഫോക്കസ് വേർഡ് ഈസ് റൈച്ചസ്നസ്, നീതി. ഒത്തിരി പേർക്കും ഒരു ദഹിക്കാത്തൊരു സാധനമാണ് റൈച്ചസ്നസ്, അല്ലെങ്കിൽ നീതി എന്താണ്. നീതി എന്താണ്? നീതിക്ക് വേണ്ടി പോരാടുന്നു, നീതിക്ക് വേണ്ടി നമ്മൾ പടപൊരുതണം, സത്യത്തിനും നീതിക്ക് വേണ്ടി നിൽക്കണം. ഇതൊക്കെ നമ്മൾ പറയുമെങ്കിലും ബൈബിൾ പറയുന്ന നീതി എന്താണ്? ദിസ് നോട്ട് ജസ്റ്റ് എ തിയോളജിക്കൽ ടേം. അതിനപ്പുറത്ത് എന്തൊക്കെയോ ഇതിനകത്തുണ്ട്. സരളമായ ഭാഷയിൽ നമുക്കതൊക്കെ പഠിക്കണം. നൗ ദ ഫോക്കസ് വേഴ്സ് വളരെ വിശ്വവിഖ്യാതമായ ഒരു വചനമാണ്. മത്തായി 6:33, മാത്യു 6:33. സീക്ക് ഫസ്റ്റ് ഹിസ് കിങ്ഡം and his righteousness, and all these things will be given to you as well. എല്ലാവരും ഒന്ന് ചേർന്ന് പറഞ്ഞ്, എല്ലാവർക്കും ബൈ ഹാർട്ട് അറിയാവുന്ന ഒരു വചനമാണ്. മുൻപേ അവൻ്റെ നീതിയും രാജ്യവും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും. വാവ്! ഇതൊരു ഫോർമുലയാണ് അല്ലേ? ഇതൊരു സൂത്രവാക്യമാണ്. അതിലൊക്കെ പോകുന്നതിന് മുമ്പ് ഡെക്ലറേഷൻ നോക്കാം. ഇന്നത്തെ പ്രഖ്യാപനം എന്താണ്? ഐ പർസ്യൂ ദ കിങ്ഡം ഫസ്റ്റ്. ഞാൻ ദൈവരാജ്യത്തെ ആദ്യം പിന്തുടരുന്നു. എവ്രിതിങ് ഐ നീഡ് ഈസ് ആഡഡ് ടു മീ ബൈ ഗോഡ്സ് ഹാൻഡ്. എനിക്ക് ആവശ്യമുള്ളതെല്ലാം ദൈവം തൻ്റെ കരങ്ങൾ കൊണ്ട് കൂട്ടിച്ചേർക്കുന്നു. ബൈബിൾ റീഡിംഗ് പ്ലാൻ അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ ബൈബിൾ റീഡിംഗ് പ്ലാൻ അനുസരിച്ചുള്ള വചനഭാഗങ്ങൾ വായിച്ച് ടിക്ക് ചെയ്യുക. ഓൾറൈറ്റ്. റൈച്ചസ്നെസ്സിനെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ ഞാൻ പങ്കുവയ്ക്കുമ്പോൾ, നിങ്ങളോട് സംസാരിക്കുമ്പോൾ കുറിച്ചെടുക്കണം. ഈ പേജിൽ എഴുതുക, ജനുവരി 26 പേജിൽ എഴുതുക. ചിലരൊക്കെ ടൈപ്പ് ചെയ്യായിരിക്കും, നോ പ്രോബ്ലം. ഒത്തിരി പേർക്ക് ഇത് കിട്ടിക്കാണില്ല. ആ സമയത്ത് മാത്രമേ ഇത് അവൈലബിളായിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നീട് ഒത്തിരി പേർക്ക് കിട്ടാതെ പോയി കാണും, നോ പ്രോബ്ലം. ദയവായി ടീച്ചിങ് ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് ടൈപ്പ് ചെയ്തോ എഴുതിയോ ഒക്കെ എടുക്കാം. അടുത്ത വർഷം നേരത്തെ തന്നെ ഡിവോഷണൽ ഡയറി കയ്യിൽ വാങ്ങി പിടിക്കുക. റൈച്ചസ്നെസ്സിനെ കുറിച്ച് പറയുമ്പോൾ, നമ്പർ 1, റൈച്ചസ്നെസ് ഈസ് ഗോഡ്സ് പ്രയോറിറ്റി ഫോർ അവർ ലൈഫ്സ്. നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഏറ്റവും മുൻഗണന നൽകുന്ന ഒന്നാണ് നീതി. നേരത്തെ പറഞ്ഞല്ലോ, ഇത് ഈ മത്തായി 6:33 കർത്താവ് നമുക്ക് നൽകുന്ന ഒരു ഇക്വേഷനാണ്, ഒരു സമവാക്യമാണ്, അല്ലെങ്കിൽ ഒരു ഫോർമുലയാണ്. എന്ത്? സീക്ക് ഫസ്റ്റ് ഹിസ് കിങ്ഡം ആൻഡ് ഹിസ് റൈച്ചസ്നസ്. ദൈവത്തിൻ്റെ രാജ്യവും അവൻ്റെ നീതിയും ആദ്യം തേടുക. ആൻഡ് ഓൾ ദീസ് തിങ്സ് വിൽ ബി ഗിവൻ ടു യു ആസ് വെൽ. കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ പറഞ്ഞു, ഇതിനു മുമ്പുള്ള വചനങ്ങളിൽ 25 മുതലുള്ള വചനങ്ങളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാം അവൻ കൂട്ടിച്ചേർക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് തരും. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചു പഠിക്കുവാണെങ്കിൽ, ദൈവത്തിൻ്റെ മുൻഗണന പഠിക്കുവാണെങ്കിൽ, God does not tell us to chase provision, security or success. നമുക്ക് ആവശ്യമുള്ള, ഈ ഭൂമിയിലുള്ള ആവശ്യമുള്ള വസ്തുക്കൾ തേടണമെന്നല്ല കർത്താവ് പറയുന്നത്. അല്ലെങ്കിൽ നമ്മുടെ സുരക്ഷിതത്വം, നമ്മുടെ ജീവിത വിജയം അത് തേടാനല്ല കർത്താവ് പറയുന്നത്. പകരം കർത്താവ് നമ്മോട് പറയുന്നത് അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അത് തേടുക. ഗുണം അത് കിട്ടിയാൽ അതോടൊപ്പം എല്ലാം കിട്ടും. ദൈവരാജ്യം കിട്ടിയാൽ അതോടൊപ്പം എല്ലാം കിട്ടും. നീതി കിട്ടിയാൽ, ദൈവിക നീതി അന്വേഷിച്ചാൽ അതോടൊപ്പം അന്വേഷിക്കാത്ത നന്മകൾ കൂടെ നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് നമ്മുടെ ബ്ലെസ്സിംഗ് ടുഡേയിൽ ഒരു സ്ലോഗനുണ്ട്, ഗെറ്റ് ജീസസ്, ഗെറ്റ് എവറിത്തിങ്. യേശുവിനെ കിട്ടിയാൽ എല്ലാം കിട്ടി. യേശുവിനെ ആദ്യം കയ്യിൽ പിടിക്കുക, അതോടുകൂടി അവനോടൊപ്പം സകലവും കിട്ടും. ഇതാണ് നമ്മുടെ ഒരു സ്ലോഗൻ. അത് നമ്മൾ ഒത്തിരി പ്രസംഗിക്കാറുണ്ട്. അതിനെ കണക്ട് ചെയ്തുള്ളൊരു പാട്ട് എഴുതിയിട്ടുണ്ട്, നിങ്ങൾ കേട്ട് കാണും. സോ ഹീ ടെൽസ് us to seek righteousness first.
കർത്താവ് നമ്മോട് പറയുന്നത് നീതി ആദ്യം അന്വേഷിക്കുക. വെൻ റൈച്ചസ്നെസ് ഈസ് ഇൻ പ്ലേസ് എവറിത്തിങ് എൽസ് ഫോളോസ് ഇൻ ഡിവൈൻ ഓർഡർ. ദൈവനീതി നമുക്ക് ലഭിച്ചു കഴിയുമ്പോൾ ഒരു ദൈവികമായ ക്രമത്തിൽ നമുക്കാവശ്യമുള്ള സകലവും നമ്മളോടൊപ്പം വന്നു ചേരും. ഇതെൻ്റെ അനുഭവ സാക്ഷ്യം കൂടിയാണ്. ഞാൻ ദൈവത്തെ തേടി, ദൈവരാജ്യത്തെ തേടി, ദൈവനീതിക്ക് വേണ്ടി ഓടി നടന്നപ്പോൾ എനിക്ക് ആവശ്യമുള്ള സകലവും കർത്താവ് കൊണ്ടുവന്ന് തരാൻ തുടങ്ങി. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്ക് പോലത്തെ പരിപാടിയല്ല ദൈവം ചെയ്യുന്നത്. ദൈവം ഒരു ഇന്ദ്രജാലക്കാരനല്ല. വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം. ഗോഡ് ഈസ് നോട്ട് എ മജീഷ്യൻ, ഹീസ് എ മിറക്കിൾ വർക്കർ. ഇന്ദ്രജാലം ചെയ്യുന്നവനല്ല ദൈവം. എന്ന് വെച്ചാൽ തൊപ്പിയിൽ നിന്നും മുയലിനെടുക്കുക, കൺകെട്ട് വിദ്യ പോലെ ചപ്പടി വിദ്യകൾ കാണിക്കുക, ഇങ്ങനെയുള്ള പരിപാടികളൊന്നും ദൈവം ചെയ്യില്ല. ഹീ ഡസ് റിയൽ മിറക്കിൾസ് ഇൻ യുവർ ലൈഫ്, ഇൻ മൈ ലൈഫ്. ഇതാണ് ദൈവത്തിൻ്റെ പരിപാടി. ഓക്കെ, അപ്പോൾ വെൻ റൈച്ചസ്നെസ് ഈസ് ഇൻ പ്ലേസ് എവറിത്തിങ് എൽസ് ഫോളോസ് ഇൻ ഡിവൈൻ ഓർഡർ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിൽ നീതി എത്തിക്കഴിയുമ്പോൾ, ദൈവരാജ്യത്തിലോട്ട് നമ്മൾ കയറി നീതി നമ്മുടേതായി കഴിയുമ്പോൾ സകലവും അവൻ നമുക്ക് നൽകും. റോമൻസ് 14:17 ഇതോട് ചേർന്ന് പഠിക്കുന്നത് നല്ലതാണ്. റോമാലേഖനം 14:17 For the kingdom of God is not a matter of eating and drinking, but of righteousness, peace and joy in the Holy Spirit. ദൈവരാജ്യം ഭക്ഷണമോ പാനീയമോ അല്ല, തിന്നുന്നതോ കുടിക്കുന്നതോ അല്ല. പകരം നീതി, സമാധാനം, പരിശുദ്ധാത്മാവിലെ സന്തോഷം എന്നിവയത്രേ. ദൈവരാജ്യത്തിൽ നിന്ന് നീതി എടുത്തു കളയാൻ സാധ്യമല്ല. അതുപോലെ സമാധാനം, സന്തോഷം, ഇതെല്ലാം പരിശുദ്ധാത്മാവിലെ സന്തോഷം എല്ലാം ചേർന്ന് വരും. ഇനി വളരെ സിമ്പിളായിട്ട് പറയാം, നീതി എന്ന് പറഞ്ഞാൽ റൈറ്റ് സ്റ്റാൻഡിങ് വിത്ത് ഗോഡ്. എൻ്റെ വായിൽ നിന്ന് തന്നെ അനേക പ്രാവശ്യം നിങ്ങളത് കേട്ട് കാണും. ദൈവത്തിൻ്റെ മുമ്പാകെ ദൈവത്തോടുള്ള ബന്ധത്തിൽ ശരിയായ ഒരു നിലപാടിൽ നിൽക്കുക. റൈറ്റ് സ്റ്റാൻഡിങ് വിത്ത് ഗോഡ്. അപ്പോൾ റൈച്ചസ്നെസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് വിച്ച് ഈസ് റൈറ്റ് ഇൻ ദ ഐസ് ഓഫ് ദ ലോർഡ്. ദൈവത്തിൻ്റെ കണ്ണിൽ എന്താണോ ശരിയായത് അത്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്? ഫ്രീ ആയിട്ട് കിട്ടും. ഫ്രീ ആയിട്ട് ഇത് കിട്ടും. പണ്ടൊരാൾ പറഞ്ഞ പോലെ ഈ നീതി എവിടെ കിട്ടും? നീതി സ്റ്റോറിൽ കിട്ടുമോ? നീതി സ്റ്റോറിൽ ചെന്നിട്ട് 2 കിലോഗ്രാം നീതി വേണമെന്ന് പറഞ്ഞാൽ കിട്ടും? നോ. നീതി കിട്ടുന്നത് യേശുവിൽ വിശ്വസിക്കുമ്പോഴാണ്. യേശുവാണ് ഒട്ടും തെറ്റില്ലാത്ത ശരിയായ രീതിയിലെല്ലാം ചെയ്ത മനുഷ്യൻ. അതുകൊണ്ട് യേശുവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ അവൻ്റെ നീതി ഇംപ്യൂട്ടഡായിട്ട്, സൗജന്യമായിട്ട് നമ്മിലേക്ക് പകരപ്പെടും. യേശുവിനെ വിട്ടുമാറിയത് തീർന്നു പോയി. നമ്മുടെ നീതി പ്രവൃത്തിയിൽ കറ പുരണ്ട തുണി പോലെയാണ്. എന്നാൽ യേശുവിൻ്റെ നീതി നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നു. അങ്ങനെയാണ് നമുക്കത് ഇത് കിട്ടുകയുള്ളൂ. വേറെ ഒരു വഴിയുമില്ല. ഈ ഭൂമിയിൽ മറ്റൊരു വഴിയില്ല. നമ്പർ 2, റൈച്ചസ്നെസ് കംസ് ഫ്രം ഗോഡ്, നോട്ട് ഫ്രം വർക്ക്സ്. ഞാൻ ഈ പറഞ്ഞ പോലെ നീതി ദൈവത്തിൽ നിന്നാണ് വരുന്നത്, നമ്മുടെ പ്രവൃത്തികളാലല്ല. 2 Corinthians 5:21, 2 Corinthians 5:21 God made him who had no sin to be sin for us. പാപമില്ലാത്തവനെ നമുക്ക് വേണ്ടി അവൻ പാപമാക്കി. യേശു ക്രൂശിൽ മരിച്ചു കിടക്കുന്നത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഇത്രയും എന്തൊക്കെയോ മഹാപാതകം ചെയ്തിട്ട് ഏതൊരു ക്രിമിനലായി ജീവിച്ചിട്ട് അതിൻ്റെ പെനാൽറ്റിയായി കിട്ടിയ ശിക്ഷയാണ് അവൻ ക്രൂശിൽ വഹിക്കുന്നത്. കാര്യമൊക്കെ ശരിയാണ്, പക്ഷെ ചെയ്തത് യേശുവല്ല, നമ്മളാണ്. ഇത്രയുള്ള വ്യത്യാസം. ദൈവം ചെയ്തത് നമ്മുടെ സകല അപരാധങ്ങളും, നമ്മുടെ സകല പാപങ്ങളും, നമ്മുടെ ക്രിമിനൽ ഒഫൻസുകളെല്ലാം യേശുവിൻ്റെ മേൽ ചുമത്തിയിട്ട് നമുക്ക് വേണ്ടി അവൻ പാപമായി തീർന്നു. സോ ദാറ്റ് ഇൻ ഹിം വി മൈറ്റ് ബിക്കം ദ റൈച്ചസ്നെസ് ഓഫ് ഗോഡ്. അങ്ങനെ അവനിൽ, ക്രിസ്തുവിൽ നാം അവൻ്റെ നീതിയായി തീരേണ്ടതിന്, നാം ദൈവത്തിൻ്റെ നീതിയായി തീരേണ്ടതിന്. സോ നമ്മിൽ നീതി വരേണ്ടതിന് നമ്മുടെ മേലുള്ള സകല പാപങ്ങളും അവൻ്റെ മേലാക്കി അവൻ
പാപശരീരത്തിൽ അല്ലെങ്കിൽ അവൻ്റെ മേൽ ആയിട്ട ജഡത്തിൽ അവന് ശിക്ഷ വിധിച്ചു. റോമലേഖനം 3:22 നോക്കുക. ദിസ് റൈച്ചസ്നെസ് ഇസ് ഗിവൺ ത്രൂ ഫെയ്ത്ത് ഇൻ ജീസസ് ക്രൈസ്റ്റ് ടു ഓൾ ഹു ബിലീവ്. ദർ ഇസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ Jew ആൻഡ് Gentile. അപ്പോൾ ഈ നീതി നമുക്ക് യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ലഭിക്കുന്നു. എങ്ങനെ? ഫ്രീ ആയിട്ട്, സൗജന്യമായി കിട്ടുന്നു. ദർ ഇസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ Jew ആൻഡ് Gentile. ഈ ഒരു കാര്യത്തിൽ യഹൂദനെന്നോ ജാതിയെന്നോ വ്യത്യാസമില്ല. ഇതെങ്ങനെ എടുത്തു പറയാൻ കാരണം, പഴയ നിയമത്തിൽ ഈ നീതി കിട്ടിയിരുന്നത് ന്യായപ്രമാണം അനുസരിക്കുന്നതിലൂടെയാണ്. മോശയുടെ ന്യായപ്രമാണം ഒരാൾ എത്രത്തോളം അനുസരിക്കുന്നു അതിനനുസരിച്ചാണ് നീതി അളന്നു കൊടുക്കുന്നത്. എന്നാൽ ജാതികളായിരുന്ന നമുക്കോ ന്യായപ്രമാണമില്ല, അപ്പോൾ നമുക്ക് പിന്നെ നീതിയുമില്ല. പക്ഷേ ഇന്ന് യേശു ഭൂമിയിൽ വന്ന് മരിച്ച ശേഷം നമുക്കെല്ലാവർക്കും, യഹൂദനാകട്ടെ യവനനാകട്ടെ ജാതീയനാകട്ടെ ആരായിരുന്നാലും, നമുക്ക് നീതി ലഭിക്കുന്നത് യേശുവിലുള്ള വിശ്വാസം മൂലം മാത്രമാണ്. ഈ ഒരു വെളിപാടാണ് പൗലോസ് അതിശക്തമായി തൻ്റെ ലേഖനങ്ങളിൽ എഴുതിയിട്ടുള്ളത്. ഇൻ അതർ വേർഡ്സ്, റൈച്ചസ്നെസ് ഈസ് നോട്ട് ഏൺഡ്, ഇറ്റ് ഈസ് ഇംപാർട്ടഡ് ത്രൂ ക്രൈസ്റ്റ്. ഞാൻ ആദ്യം പറഞ്ഞു, ഒരിക്കലും നീതി നമുക്ക് സമ്പാദിക്കാൻ സാധ്യമല്ല. ഇതിന് കാരണം എല്ലാ മതങ്ങളിലും നോർമലി എല്ലാ മതങ്ങളും സാധാരണ രീതിയിൽ നല്ല കാര്യം ചെയ്യാൻ മാത്രമേ ഉപദേശിക്കുകയുള്ളൂ. എന്നാൽ ചില മതങ്ങളിലുണ്ട് വിശ്വസിക്കാത്തവരെ ഇന്ന ആളുകളൊക്കെ കൊന്നുകളയണമെന്ന് പറയുന്ന മതങ്ങളുണ്ട്. ചില മതങ്ങൾ അവരെ ചെറുപ്പകാലം മുതൽ തോക്കെടുക്കാൻ ട്രെയിൻ ചെയ്യുന്നു, ചാവേർപ്പടയാകാൻ ട്രെയിൻ ചെയ്യും. അങ്ങനത്തെ മതങ്ങളുണ്ട്. പക്ഷെ നോർമലി മതങ്ങളിലെല്ലാം സദാചാരപരമായി എല്ലാവരും മാന്യമായിട്ടൊക്കെ ജീവിക്കണമെന്നൊക്കെ പഠിപ്പിക്കുന്നതാണ് മതങ്ങൾ. അപ്പോൾ ആ മതങ്ങളെല്ലാം നമ്മെ പഠിപ്പിക്കുന്നത് ഇന്നിന്ന കാര്യങ്ങൾ ചെയ്താൽ, സൽപ്രവൃത്തികൾ ചെയ്യുക, കരുണ കാണിക്കുക, മറ്റുള്ളവരെ സ്നേഹിക്കുക, ഇങ്ങനെയുള്ള നല്ല മനുഷ്യരായിട്ട് ജീവിച്ച നല്ല പ്രവൃത്തികൾ ചെയ്താൽ നീതിമാനാകും, നീതിമതിയാകും. ഇതാണല്ലോ സാധാരണ ലോജിക്ക്. എന്നാൽ ബൈബിൾ പറയുന്നതനുസരിച്ച് ആർക്കും അതുപോലെ ആകാൻ സാധ്യമല്ല. ആർക്കും സാധ്യമല്ല. ഇറ്റ് ഈസ് ഇംപാർട്ടഡ് ത്രൂ ക്രൈസ്റ്റ്. എന്നാൽ അത് സൗജന്യമായി ക്രിസ്തുവിൽ നിന്ന് ലഭിക്കുന്നു. അതിന് ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ഞാൻ പറയാം. കുഷ്ഠരോഗിയായിട്ടുള്ള ഒരാൾ, കൈയെല്ലാം അറ്റുപോയി മൊത്തം വ്രണങ്ങളൊക്കെ ആയിട്ടിരിക്കുന്ന കൈ, അയാളുടെ കയ്യിലുള്ള ലഡുവുണ്ട്. ഈ പഴുപ്പ് നിറഞ്ഞ കയ്യിലാണ് ലഡു ഇരിക്കുന്നത്. ആ ലഡു എടുത്ത് നിങ്ങൾക്ക് തരിക, ഭയങ്കര സ്നേഹത്തോടെ നല്ല ഉദ്ദേശത്തോടെ തരുന്നത്. കഴിച്ചോ, മോൾ കഴിച്ചു, മോൻ കഴിച്ചു, തരും. നിങ്ങൾ കഴിക്കുമോ? കഴിക്കാൻ തോന്നുമോ? ലഡുവിനല്ല പ്രശ്നം, അത് തരുന്ന കൈകൾക്കാണ് പ്രശ്നം. ഇതുപോലെ പാപത്തിൻ്റെ കുഷ്ഠം പിടിച്ചവരാണ് ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും. പക്ഷേ നല്ലവരെന്ന് പറയുന്നവർ പോലും, സമൂഹത്തിൽ ചിലരെ നമ്മൾ നല്ലവരെന്നും ചിലരെയൊക്കെ കള്ളന്മാരെന്നും വൃത്തികെട്ട ജീവിതം ജീവിക്കുന്നവരെന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ ആ എല്ലാവരും കണക്കാണ്. കാരണം റോമാലേഖനം 3-ാം അധ്യായത്തിൽ തന്നെ നമ്മൾ 3:23 6:23 പറയുന്നത്, അത് രണ്ടും ചേർത്ത് വായിക്കുമ്പോൾ ഒരു സ്ഥലത്ത് പറയുന്നു പാപത്തിൻ്റെ ശമ്പളം മരണമാണ്, മറ്റു സ്ഥലത്ത് പറയുന്നു എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ്സ് നഷ്ടമാക്കി. എല്ലാവരും എന്ന് പറഞ്ഞാൽ എല്ലാവരും, ഏത് മതത്തിൽപ്പെട്ടവരും, സ്ത്രീകളും പുരുഷന്മാരും, വിദ്യാഭ്യാസമുള്ളവരും ഇല്ലാത്തവരും, ആദിവാസികളും അന്ത്യവാസികളും എന്തൊക്കെയുണ്ട്, അവരെല്ലാം പാപം ചെയ്തു ദൈവതേജസ്സ് നഷ്ടമാക്കി. എന്ന് പറഞ്ഞാൽ പാപത്തിൻ്റെ കുഷ്ഠം എല്ലാവരിലും പിടിച്ചിരിക്കുകയാണ്. ദൈവത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യുമ്പോൾ, ദാനധർമ്മങ്ങൾ ചെയ്യുമ്പോൾ, സൽപ്രവൃത്തികൾ ചെയ്യുമ്പോൾ, എന്ത് ചെയ്താലും കുഷ്ഠം പിടിച്ച കൈകൊണ്ട് ഗിഫ്റ്റ് കൊടുക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ടത് അറപ്പത്രേ. 3-ാമത്തെ കാര്യം എഴുതി വെക്കുക, നമ്പർ 3, റൈച്ചസ്നെസ് പ്രൊഡ്യൂസസ് റൈറ്റ് ലിവിങ്. നീതി ഉണ്ടെങ്കിൽ ശരിയായ ജീവിതം ഉണ്ടാവും. നീതി അകത്ത് വന്നാൽ ശരിയായി ജീവിക്കുമെന്നർത്ഥം. പ്രോവർബ്സ് 21:21, സദൃശവാക്യങ്ങൾ 21:21, whoever pursues righteousness and love finds life, prosperity and honor. അതായത് നീതിയെ തേടുന്ന ഒരാൾ, അയാൾക്ക് ജീവിതമുണ്ടാകും, ഐശ്വര്യമുണ്ടാകും, ബഹുമാനമുണ്ടാകും, എല്ലാം ഉണ്ടാകും.
സോ നീതി കൊണ്ടാണ് നല്ലൊരു ജീവിതത്തിലേക്ക് നമുക്ക് വരാൻ കഴിയുന്നത്. 1 John 2:29, 1 യോഹന്നാൻ 2:29, ഇഫ് യു നോ ദാറ്റ് ഹീ ഈസ് റൈച്ചസ്, അവൻ നീതിമാനെന്ന് അറിയുന്നുവെങ്കിൽ ദൈവം, യു നോ ദാറ്റ് എവ്രി വൺ ഹു ഡസ് വാട്ട് ഈസ് റൈറ്റ് ഹാസ് ബീൻ ബോൺ ഓഫ് ഹിം. ശരിയായ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നവൻ അവനിൽ നിന്നും ജനിച്ചിരിക്കുന്നു. ഇൻ അതർ വേർഡ്സ്, കർത്താവിൽ നമ്മൾ വീണ്ടും ജനിക്കുമ്പോൾ ശരിയായ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ തുടങ്ങുന്നു. ശരിയായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായി ദൈവം നീതിമാനാണ്. ആ നീതിയാണ് ഇവന് ലഭിച്ചിരിക്കുന്നത്. റൈച്ചസ്നെസ് ചേഞ്ചസ് ഹൗ വി ലിവ്, സ്പീക്ക് ആൻഡ് ചൂസ്. നമ്മുടെ അകത്ത് യേശുവിൻ്റെ നീതി വന്നു കഴിയുമ്പോൾ, വേണമെങ്കിൽ ഇങ്ങനെ പറയാം, എൻ്റെ അനുഭവം കൂടി ചേർത്ത് പറയാം. ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ്, യേശു എൻ്റെ അകത്ത് വരുന്നതിന് മുമ്പ്, പരിശുദ്ധാത്മാവ് തൻ്റെ ക്രിയേഷൻ എൻ്റെ ആത്മാവിൽ ചെയ്യുന്നതിന് മുൻപ് എൻ്റെ സോഫ്റ്റ്വെയർ വേറെ ഒന്നായിരുന്നു. സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? നമ്മുടെ അകത്തുള്ള നമ്മുടെ മനസ്സ് ഇൻക്ലൈൻഡ് ആയിരിക്കുന്ന അതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എല്ലാം എപ്പോഴും ലൗകികമായ അല്ലെങ്കിൽ ദൈവത്തോട് ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള, സാധാരണ വേൾഡ്ലി ആയിട്ടുള്ള, ഈ ലോകം മാത്രം ചിന്തിക്കുന്ന ടൈപ്പായിരുന്നു. എന്നാൽ യേശു അകത്ത് വന്നപ്പോൾ, പരിശുദ്ധാത്മാവ് അകത്ത് വന്നപ്പോൾ പെട്ടെന്ന് ഒരു പുതിയ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾഡായി. പിന്നെ ചിന്തിക്കുന്നതല്ല ഈ രീതിയിലല്ല ചിന്തിക്കുന്നത്. അതുവരെ ഏറ്റവും വിലമതിച്ചിരുന്ന കാര്യങ്ങൾക്ക് ഒരു വിലയില്ല. അതുവരെ വിലമതിക്കാതിരുന്ന പലതിനും വില കൊടുക്കാൻ തുടങ്ങി. ഇൻ അതർ വേർഡ്സ്, ഉദാഹരണത്തിന്, അതുവരെ ദൈവത്തിന് വലിയ മൂല്യമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ മുൻപേ അവൻ്റെ രാജ്യവും നീതിയും എന്നതുപോലെ ദൈവത്തിന് മുൻതൂക്കം കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ മനുഷ്യരുടെയൊക്കെ വില കുറഞ്ഞു. മറ്റേത് മനുഷ്യർക്കാണ് വില. ഏറ്റവും ഏറ്റവും വലിയവരെന്ന് വിചാരിക്കുന്ന പലരും മനുഷ്യരായിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. മനുഷ്യരല്ല, ദൈവം വലിയവനായി. അതനുസരിച്ച് നമ്മുടെ ജീവിതം, നമ്മുടെ സംസാരം, നമ്മുടെ ഇൻറ്റൻഷൻസ് തുടങ്ങിയതെല്ലാം മാറാൻ തുടങ്ങി. നമ്പർ 4, റൈച്ചസ്നെസ് ബ്രിങ്സ് ഗോഡ്സ് ഫേവർ. നീതി ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പ്രസാദവും നമ്മുടെ മേൽ വരും. Psalm 5:12, surely Lord, you bless the righteous, you surround them with your favor as with a shield. പറയുന്നതാണ്, കർത്താവേ, യു ബ്ലെസ് ദ റൈച്ചസ്, നീതിമാനെ നീ അനുഗ്രഹിക്കും. യു സറൗണ്ട് ദം വിത്ത് ഫേവർ ആസ് വിത്ത് എ ഷീൽഡ്. ഒരു പരിച കൊണ്ടെന്നതുപോലെ നിൻ്റെ പ്രസാദം കൊണ്ട്, നിൻ്റെ കൃപ കൊണ്ട് അവരെ മറയ്ക്കും, നിൻ്റെ ദയ അവരെ ചുറ്റും എന്ന് പറയുന്ന പോലെ. അതിൻ്റെ അർത്ഥം, നീതിയോടെ ജീവിക്കുന്ന, നീതി അകത്ത് വന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ പ്രസാദം അവരുടെ മേൽ വരും. ചുരുക്കി പറഞ്ഞാൽ, ഗോഡ്സ് ഫേവർ ഈസ് നോട്ട് എ റാൻഡം. ആർക്കെങ്കിലുമൊക്കെ ഇവർക്കൊക്കെ ദൈവത്തിൻ്റെ പ്രസാദം കിട്ടും, അങ്ങനെയല്ല. ഇറ്റ് റെസ്റ്റ്സ് ഓൺ ദോസ് ഹു വാക്ക് അപ്രൈറ്റ്ലി. നീതിയോടെ ജീവിക്കുന്നവരുടെ മേലാണ് ദൈവത്തിൻ്റെ പ്രസാദം വരുന്നത്. അതെങ്ങനെ തുടങ്ങുന്നത്? യേശുവിൽ വിശ്വസിക്കുന്നതിലൂടെ. യേശുവിൽ വിശ്വസിക്കുന്ന ആ നിമിഷം യേശുവിൻ്റെ നീതി ആ വ്യക്തിയുടെ മേൽ വരുന്നു. നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുക, നേരെ പുറത്തേക്ക് ഇറങ്ങിയാൽ നിങ്ങൾ നനയും. സാധാരണ എല്ലാവരും എന്താ ചെയ്യുന്നത്? ഒരു കുട എടുത്ത് പിടിക്കും. കുട മഴയെ ഉളവാക്കുന്നില്ല, മഴയെ നിർത്തുന്നുമില്ല. കുടയുടെ പരിപാടി എന്താ? കുട നിങ്ങളുടെ മുകളിൽ ഒരു കവറിങ് ആയിട്ട് നിന്നിട്ട് മഴയിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കുന്നു. ഇതുപോലെയാണ് ദൈവത്തിൻ്റെ നീതിയിൽ നിൽക്കുമ്പോൾ അതിലൂടെ ലഭിക്കുന്നൊരു പ്രസാദമുണ്ട്, അതിലൂടെ ലഭിക്കുന്നൊരു സംരക്ഷണമുണ്ട്. ആ രീതിയിലാണ് ദൈവത്തിൻ്റെ നീതിയും പ്രസാദവും തമ്മിൽ ഇണങ്ങി പ്രവർത്തിക്കുന്നത്. നമ്പർ 5, റൈച്ചസ്നെസ് എക്സോൾട്സ് ആൻഡ് പ്രൊട്ടക്ട്സ്. നീതി അകത്ത് വന്നു കഴിഞ്ഞാൽ, നീതിയിൽ റൈറ്റ് ലിവിങ് ആയിക്കഴിഞ്ഞാൽ, റൈറ്റ് ലിവിങ് ഉദ്ദേശിക്കുന്നത് ദൈവത്തോടും മനുഷ്യരോടും മുകളിലേക്കുള്ള ബന്ധവും തിരശ്ചീനമായ ജനങ്ങളോടുള്ള ബന്ധവും, ഈ 2 റിലേഷൻഷിപ്സും അത് കറക്റ്റായി കഴിയുമ്പോൾ റൈച്ചസ്നെസ് എക്സോൾസ് ആൻഡ് പ്രൊട്ടക്ട്സ്. അതിരിക്കട്ടെ, യേശു കർത്താവിനെ അന്ന് ആളുകൾക്ക് വാളുകൊണ്ട് വെട്ടിക്കൊല്ലാമായിരുന്നു. പക്ഷെ അങ്ങനെ സംഭവിച്ചില്ല. യേശു കർത്താവ് മരിച്ച് കിടക്കുന്ന കിടപ്പ് പോലും ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മോട് ഒത്തിരി കാര്യങ്ങൾ വിളിച്ചു പറയുന്നുണ്ട്. ഉദാഹരണത്തിന്, സാധാരണ രീതിയിലുള്ള ക്രോസ് ഇങ്ങനെയാണല്ലോ. ആ ക്രോസിൽ കൈകളിങ്ങനെ വിരിച്ച് തൻ്റെ ശിരസ് മുതൽ പാദം വരെയുള്ളത്
വേർട്ടിക്കലായി ലംബമായിട്ടും തൻ്റെ കൈകൾ ഇങ്ങനെയുമാണ്, അക്രോസും ഇങ്ങനെയാണ്. അന്ന് ഏറ്റവും നികൃഷ്ടരായ കുറ്റവാളികൾ കൊടുത്തിരുന്ന ശിക്ഷയാണ് ക്രൂസിഫിക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ യേശു അതിലാണ് മരിക്കുന്നത്. കാണിക്കുന്നത് മുകളിലേക്കും താഴേക്കുള്ള ബന്ധവും ഇങ്ങനെയുള്ള ബന്ധവും. ദ മിനിസ്ട്രി ഓഫ് റെക്കൺസിലിയേഷൻ, ഹിസ് സാക്രിഫൈസ് ബ്രോട്ട് റെക്കൺസിലിയേഷൻ. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഒരു 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 ആ പൊസിഷൻ പോലും വളരെ നമ്മളെ ചിന്തിപ്പിക്കുന്നതാണ്. അതും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും മധ്യത്തിൽ എന്ന് വെച്ചാൽ ദൈവത്തെയും അല്ലെങ്കിൽ സ്വർഗത്തെയും ഭൂമിയെയും അല്ലെങ്കിൽ ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നിരപ്പിൻ്റെ ശുശ്രൂഷയാണ് അവൻ ചെയ്തത്. അഞ്ചാമത്തേത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, റൈച്ചസ്നസ് എക്സോൾട്സ് ആൻഡ് പ്രൊട്ടക്ട്സ്. നീതി നമ്മെ ഉയർത്തുകയും നമ്മെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. പ്രോവബ്സ് 14 and verse number 34. Righteousness exalts a nation, but sin condemns any people. ഒരു രാജ്യത്ത് നീതി ഉണ്ടെങ്കിൽ ആ രാജ്യം ഉയരും, ആ രാജ്യം അനുഗ്രഹിക്കപ്പെടും. നിങ്ങൾ ഭൂമിയിൽ എല്ലായിടത്തും പോയി എല്ലാ രാജ്യങ്ങളുടെയും ഭരണകൂടങ്ങളെ പഠിക്കുക. ഈ ഭരണകൂടങ്ങൾ നീതിയുള്ളതാണെങ്കിൽ ആ രാജ്യത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹവും ഐശ്വര്യവും ഉയർച്ച ഉണ്ടാകും. അല്ല, അത് മാത്രമല്ല, ദൈവത്തിൻ്റെ ഒരു സംരക്ഷണം ഉണ്ടാകും. എന്നാൽ ബട്ട് സിൻ കണ്ടംസ് എനി പീപ്പിൾ, എന്നാൽ പാപമംഗലമായതാണെങ്കിൽ ഏത് ജനത്തെയും അത് ശിക്ഷ വിധിക്കും. ഐസയ 32 and verse number 17. യെശയ്യാവിൻ്റെ പുസ്തകം 32:17. ദ ഫ്രൂട്ട് ഓഫ് ദാറ്റ് റൈച്ചസ്നസ് വിൽ ബി പീസ്. നീതിയുടെ ഫലം സമാധാനമാണ്. ഇറ്റ്സ് എഫക്റ്റ് വിൽ ബി ക്വയറ്റ്നസ് ആൻഡ് കോൺഫിഡൻസ് ഫോർ എവർ. എന്നാൽ അതിൻ്റെ പരിണിത അല്ലെങ്കിൽ അതിൻ്റെ ഫലമെന്താണ്? വലിയ ശാന്തതയും ഭയങ്കരമായ ആത്മവിശ്വാസവും എന്നും എന്നേക്കും ലഭിക്കും. ഇന്നത്തെ വേർഡ്സ് റൈച്ചസ്നസ് ബ്രിങ്സ് സ്റ്റെബിലിറ്റി, പീസ് ആൻഡ് കോൺഫിഡൻസ്. നീതിയിലൂടെ നമുക്ക് ലഭിക്കുന്നത് ഒന്ന് ഭയങ്കരമായൊരു സ്ഥിരത, സമാധാനം, ആത്മവിശ്വാസം, ഇതെല്ലാം ലഭിക്കും. വൺ മോർ തിങ്, റൈച്ചസ്നസ് ലീഡ്സ് ടു ഇറ്റേണൽ റിവാർഡ്. നീതി നമ്മുടെ അകത്ത് വന്നാൽ നിത്യമായ പ്രതിഫലം കിട്ടും. 2 Timothy chapter 4 and verse number 8 വായിച്ച് നോക്കണം. 2 Timotheus 4:8. Now there is in store for me the crown of righteousness which the Lord the righteous judge will award to me on that day, and not only to me but also to all who have longed for his appearing. പൗലോസ് ഇവിടെ പറയുന്നത്, ഇനി നീതിയുടെ കിരീടം എനിക്ക് വേണ്ടി വെച്ചിരിക്കുന്നു. കാരണം നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, ഇനി നീതിയുടെ കിരീടം എനിക്ക് വേണ്ടി വെച്ചിരിക്കുകയാണ്. അത് ആരാ തരുന്നത്? ദ റൈച്ചസ് ജഡ്ജ്, നീതിമാനായ ന്യായാധിപനായ കർത്താവ് എനിക്ക് തരും. അന്ന് തരും പ്രതിഫലം വിഭജിക്കുന്ന ദിവസം. എനിക്ക് മാത്രമല്ല, അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച എല്ലാവർക്കും കിട്ടും. ഇതാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത്. സോ റൈച്ചസ്നസ് ടുഡേ പ്രൊഡ്യൂസസ് റിവാർഡ് ടുമോറോ. ഇന്ന് നാം നീതിയോടുകൂടെ ജീവിക്കുവാണെങ്കിൽ നാളെ അത് വലിയ പ്രതിഫലമായി മാറും. ഇതാണ് പറയുന്നത്. സോ ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. കൈനീട്ടം. കർത്താവേ, ഈ നീതി എന്താണെന്നും ആ നീതിയുടെ പ്രാധാന്യവും ഒക്കെ ഇന്ന് ധ്യാനിക്കാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചു. ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്ന എല്ലാവരിലും നീതി ഉണ്ടാകട്ടെ എന്ന് മാത്രമല്ല, കർത്താവേ, ഈ പ്രാധാന്യം അറിഞ്ഞ് ജീവിക്കാനും ഈ ഭൂമിയിൽ ആവശ്യമുള്ളതൊക്കെ ഈ നീതിയോടൊപ്പം ചേർന്ന് വരുവാനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും കൈനീട്ടി പിടിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ രോഗികൾ സൗഖ്യമാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഈ ഫുഡ് കഴിക്കുമ്പോൾ ഇങ്ങനെ തൊണ്ടയിൽ നിന്ന് ഇറങ്ങാൻ ബുദ്ധിമുട്ടുള്ള ആരെയോ കർത്താവ് തൊടുന്നു. യേശുവിൻ്റെ നാമത്തിൽ അവർ സൗഖ്യമാകട്ടെ. അതുപോലെ സ്കിന്നിൽ ഇങ്ങനെ കീറൽ പോലെയൊക്കെ വരികയും സ്ക്രാച്ചസ് പോലെയോ റാഷസ് പോലെയൊക്കെ വരുന്ന യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെയുള്ളവർ സൗഖ്യമാകട്ടെ. സെർവൈക്കൽ സ്പോണ്ടിലോസിസ് പോലെയുള്ളത് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. പുകവലി നിർത്താൻ വേണ്ടി പ്രയാസപ്പെടുന്ന ആരോ രഹസ്യത്തിലാണ് ചെയ്യുന്നത്, എല്ലാവരും അറിഞ്ഞിട്ടല്ലായിരിക്കാം, പക്ഷേ ഇൻറ്റേർണലി ആൻഡ് പേഴ്സണലി യു ആർ സ്ട്രഗ്ലിങ്. യേശുവിൻ്റെ നാമത്തിൽ അവരിപ്പോൾ സ്വതന്ത്രമാകട്ടെ. പുകവലി മാത്രമല്ല, ഏത് രീതിയിലുള്ള അഡിക്ഷൻസും ദുശീലങ്ങളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ.
ദൈവികമായ വിടുതൽ ഈ ഓർത്തോയോട് ബന്ധപ്പെട്ട അസ്ഥിയോടും അതിനോടൊക്കെ ബന്ധപ്പെട്ട രോഗങ്ങളുമായി മല്ലടിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കർത്താവെ, ജനങ്ങളെ ഏതാവശ്യത്തിലും അങ്ങ് സന്ധിക്കുകയും വിടുവിക്കുകയും ചെയ്യുന്നതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ ആമേൻ. ഗോഡ് ബ്ലെസ് യു. ഇന്നത്തെ വീഡിയോ ഒത്തിരി പേർക്ക് അയച്ചു കൊടുക്കണം. നിങ്ങൾ പഠിക്കണം, മറ്റുള്ളവരെ പഠിപ്പിക്കണം. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ.